ആശ്രയ ടി വിയിൽ കൂടെ ജീവൻ്റെ വഴി എന്ന പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. നിങ്ങളെ വീണ്ടും കാണുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് തിരുവചനം നമുക്ക് ചിന്തിക്കാം. ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവവചനമാണ് നമ്മെ നേരായ വഴിയിലേക്ക് നടത്തുന്നത്. നിരാശപ്പെട്ട ഏത് വ്യക്തിയെയും പ്രത്യാശയിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 14-ാം വാക്യം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാനിടയാകുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 14-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുവാൻ കഴിയുന്നു, 2 വ്യക്തികൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയതാണ്. ഒരുവൻ പരീശനും മറ്റൊരുവൻ ചുങ്കക്കാരനും. പരീശൻ അവൻ ഭക്തനാ, ദൈവമായിട്ടുള്ള അടുപ്പുള്ളവനാ, ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു പരീശൻ. തൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവൻ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ അവൻ പ്രാർത്ഥിച്ചു. 11-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. നീതിമാൻ തന്നെ ഈ ചുങ്കക്കാരൻ തന്നെ നീതീകരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. തൻ്റെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ വെച്ച് തന്നെ നീതീകരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് തൻ്റെ ഉള്ള അവസ്ഥ ദൈവം മുമ്പാകെ താൻ സമ്മതിക്കുമ്പോൾ അവൻ ഇങ്ങനെയാണ് പറയുന്നത്: പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അങ്ങനെ പറഞ്ഞപ്പോൾ 14-ാം വാക്യം വായിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഇന്ന് നാം നമ്മുടെ ഉള്ള അവസ്ഥ നാം ഒന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള നീതി ലഭിക്കുവാനിടയാകും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നാം പാപത്തിലാണ്. ദാവീദ് പറയുന്നത്, ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യരായി പിറക്കുന്ന ഓരോ വ്യക്തികളും പാപത്തിലാണ് വീഴുന്നത്. നാം എന്തോ ചെയ്തതുകൊണ്ട് പാപിയായി തീർന്നതല്ല, പാപിയായി തീർന്നതുകൊണ്ട് നാം പാപം ചെയ്യുകയാണ്. ജന്മപാപം, കർമ്മപാപം എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ ജനിച്ചപ്പോൾ തന്നെ പാപിയായിട്ട് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത്. എന്നാൽ ആ പാപത്തെ പോക്കുവാൻ നേർച്ച കാഴ്ചകൾക്കോ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് കൊണ്ടോ മല കയറുന്നത് കൊണ്ടോ ഇതിനൊന്നിനും നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല.
പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയത്തില്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. റോമലേഖനം വായിക്കുമ്പോൾ 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന്. അപ്പോൾ ഒരു പാപി താൻ പാപിയാണെന്ന് സ്വയം സമ്മതിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇവിടെ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ തൻ മാറത്തടിച്ച് ദൈവം പാപിയാണെന്ന് സ്വയം സമ്മതിച്ചപ്പോൾ, ഇന്ന് ഒരു കുഞ്ഞു പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ തൻ്റെ തെറ്റ് സമ്മതിക്കാറില്ല. മനുഷ്യ സഹജമായി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് പാപം സമ്മതിക്കാൻ, കുറ്റം സമ്മതിക്കുവാൻ, തെറ്റുകളെ സമ്മതിക്കുവാൻ കഴിയാത്ത ഒരു മനസ്സാണ് ഇന്നത്തെ തലമുറകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പാപിയാണെന്നും ഞാൻ കുറ്റക്കാരനാണെന്നും ഏത് വ്യക്തി സമ്മതിക്കുന്നുവോ അവൻ മനുഷ്യരാലും ദൈവത്താലും കൃപ ലഭിക്കുന്നവനാണ്. ഇവിടെ കാണുവാൻ കഴിയുന്നു, ദേവാലയത്തിൽ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. എന്നാൽ പരീശൻ തന്നെ നീതീകരിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ തൻ്റെ ഉള്ള അവസ്ഥ ദൈവവുമായിട്ട് പങ്കുവെച്ചപ്പോൾ, ദൈവസന്നിധിയിൽ സമ്മതിച്ചപ്പോൾ, 14-ാം വാക്യം വായിച്ചു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഇവിടെ നാം കാണുവാൻ കഴിയുന്നു, ഉള്ളത് സമ്മതിച്ചപ്പോൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഉള്ള അവസ്ഥ ഉള്ളതുപോലെ സമ്മതിക്കുവാൻ തയ്യാറായാൽ നമ്മെ നീതീകരിപ്പാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ ഒരു ക്രിസ്തു ഭക്തനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും മാനിക്കപ്പെടുന്നവനായിത്തീരും. തിരുവചനത്തിൽ അനവധി അനുഭവങ്ങൾ നമുക്ക് ഈ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായ ഭക്തന്മാർ അവരൊരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്താൽ നീതീകരണം പ്രാപിച്ച വിശുദ്ധന്മാരൊക്കെയും അവർ ശ്രേഷ്ഠമായ അനുഭവത്തിൽ എത്തിച്ചേർന്നതായി നാം തിരുവചനത്തിൽ കൂടെ പഠിക്കുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഈ മാധ്യമത്തിൽ കൂടെ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥിതി ഇന്ന് ഏത് അനുഭവത്തിലാണെന്നൊന്ന് പരീക്ഷിക്കുവാനും ഉള്ള അവസ്ഥ ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാനും തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. നാം പലപ്പോഴും മനുഷ്യരോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. പക്ഷേ മനുഷ്യരോട് തുറന്നു പറയുന്നത് കൊണ്ട് ഒരിക്കലും ആ വിഷയം പരിഹരിക്കാൻ പറ്റുന്നില്ല. താൽക്കാലികമായ ആശ്വാസങ്ങളല്ലാതെ പലപ്പോഴും അതുപോലും ലഭിക്കത്തില്ല. നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തെ ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പറയുകയും അത് നിമിത്തമായി വളരെ വേദനകളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ അനവധി പേരുണ്ട്. എന്നാൽ എല്ലാം പറയാനും എല്ലാം കേൾക്കാനും എല്ലാറ്റിനും മറുപടി തരുവാനും ഒരുവന് മാത്രമേ കഴിയുള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവിനോട് നീ നിൻ്റെ വിഷയത്തെ തുറന്നു പറയുവാൻ കഴിഞ്ഞാൽ അവൻ നിന്നെ നീതീകരിക്കുവാനിടയാകും. ദൈവം നീതീകരിച്ചാൽ ആർക്കും നിന്നെ കുറ്റം വിധിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്താലുള്ള നീതീകരണത്തിന് ആവശ്യം സ്വയം സമ്മതമാണ്. ഞാനിപ്പോൾ ഏത് സ്ഥിതിയിലായിരിക്കുന്നു, ഏത് അനുഭവത്തിലായിരിക്കുന്നു, ആ അനുഭവത്തെ ദൈവവുമായിട്ട് നീ ഷെയർ ചെയ്യുവാൻ തയ്യാറായാൽ, നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ
നിൻ്റെ ഏകാന്തത നടുവിൽ നീ ദൈവത്തോട്, യേശുവിനോട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നിൻ്റെ പാപം ഏറ്റുപറയുവാനും ദൈവസന്നിധിയിൽ അനുതപിക്കുവാനും നീ തയ്യാറായാൽ, ഇവിടെ കാണുവാൻ കഴിയുന്നു, ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിവില്ലാതെ മാറത്തടിച്ച്. അപ്പോൾ ഏത് വ്യക്തിയും ദൈവസന്നിധിയിൽ താൻ ഹൃദയം പകരുമ്പോൾ, അവനൊന്ന് ഉടയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്നായ കണ്ണുനീരിനെ ദൈവം അലക്ഷ്യമാക്കത്തില്ല. ആ കണ്ണുനീരിന് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നവനാണ്. നിങ്ങൾ ഏതെങ്കിലും തകർച്ചയിൽ കൂടെയോ ഭാരങ്ങളിൽ കൂടെയോ പ്രയാസങ്ങളിൽ കൂടെയോ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ഇന്ന് ഈ വചനത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ, ദൈവസന്നിധി ഞാൻ പാപിയാണെന്നും ഞാൻ കുറ്റക്കാരനാണെന്നും സ്വയം സമ്മതിക്കുവാൻ കഴിഞ്ഞാൽ, പരപ്രേരണ കൂടാതെ നിങ്ങൾ സമ്മതിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെ ഉറപ്പിക്കുവാൻ കഴിയും, നിങ്ങൾ മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്ക് ഇരയാകത്തില്ല. ദൈവത്താലുള്ള നീതീകരണം പ്രാപിച്ച് നിങ്ങൾ മടങ്ങിപ്പോകുന്നവനായിരിക്കും. എങ്ങോട്ടാണ് മടങ്ങിപ്പോകുന്നത്? ഇവിടെ കാണുവാൻ കഴിയുന്നു, ചുങ്കക്കാരൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദൈവ നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നമുക്കും ഒരു വീടുണ്ട്. ഭൂമിയിൽ നമുക്കുള്ള വീട് താൽക്കാലികമായ വീടാണ്. എന്നാൽ നമുക്കൊരു നിത്യമായ വീടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ നമുക്ക് അനേക വാസസ്ഥലമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കാരും ശാശ്വതമായി ഇവിടെ വസിക്കുവാൻ കഴിയത്തില്ല. എത്ര പണമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, സൗന്ദര്യമുണ്ടെങ്കിലും ഇതെല്ലാം ഒരു ദിവസം നഷ്ടമാകും. നാം ഈ ലോകത്തിൽ നേടുന്നതൊക്കെയും ഒന്നിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും, ഇല്ലെങ്കിൽ മറ്റൊരുവൻ്റെ കയ്യിലേക്കത് എത്തപ്പെടുവാനിടയാകും. നാം എല്ലാം ഇവിടുന്ന് എട്ടയിച്ച് പോകേണ്ടി വരും. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് നാം വിടുന്നതിന് മുൻപേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീതീകരിക്കപ്പെട്ടവനായി നീ കർത്താവിൻ്റെ വീട്ടിലെത്തണം. അതാണ് ദൈവം നിന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്. എത്ര കാറുണ്ട്, എത്ര വീടുണ്ട്, എത്ര പണമുണ്ടെന്ന് കർത്താവ് അന്നും ചോദിക്കത്തില്ല. നീ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലെത്തുവാൻ നീ തയ്യാറാണോ എന്നാണ് കർത്താവ് നിന്നോട് ചോദിക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുന്നിൽ നിൽക്കണം. ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരാണ്. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ കർത്താവ് നിങ്ങളെ ക്ഷണിച്ചാൽ, കർത്താവ് നമ്മെ തിരിച്ച് വിളിച്ചാൽ, നാം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഏം പ്രകാരമാണ്? ഒരു പരീശൻ പോയതുപോലെയാണോ? അവിടെ കാണുവാൻ കഴിയുന്നു, പരീശൻ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെട്ടവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പരീശൻ ഇവിടെ കാണുവാൻ കഴിയുന്നു, അവൻ തല കുനിഞ്ഞവനായി, ലജ്ജിച്ചവനായി അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, ചുങ്കക്കാരൻ യാതൊരു യോഗ്യതയുമില്ല അവന് പറയുവാൻ, യാതൊരു ശ്രേഷ്ഠതയും അവനില്ല പറയാൻ. അവന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: ഞാൻ പാപിയാണ്. മാറത്തടിച്ചവൻ പറയുകയാണ്, ഞാൻ പാപിയാണ്, എനിക്കൊരു യോഗ്യതയുമില്ല. ഇന്ന് നമുക്ക് പലർക്കും പറയാനുള്ളത് കുടുംബശ്രേഷ്ഠതയാണ്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കഴിവുകളും നമ്മുടെ താലന്തുകളൊക്കെയും നമ്മൾ പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ ഒരു കാര്യം വാസ്തവമാണ്, ഒരു നാൾ നാം ഇങ്ങനെയൊക്കെ ഉയർത്തി പറയുമ്പോൾ, ഒരു നാൾ പരീശൻ ലജ്ജിച്ചു വീട്ടിലേക്ക് പോയതുപോലെ നാമും ഈ ഭൂമിയിൽ നിന്ന് ലജ്ജിച്ചു പോകേണ്ടി വരും. എന്നാൽ നാം ദൈവസന്നിധിയിൽ നാം എന്തായിരിക്കുന്നതോ, ഞാനൊരു പാപിയാണെന്നും ഞാൻ യോഗ്യനല്ലെന്നും
ഞാൻ മറ്റ് എല്ലാവരെക്കാളും ശ്രേഷ്ഠനല്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സ്വയം സമ്മതിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും ഞാൻ തയ്യാറായാൽ എന്നെ ദൈവം മടക്കി തിരികെ ഭവനത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു, നീതീകരിക്കപ്പെട്ടവനായി നീതീകരിക്കപ്പെട്ടവളായി നിനക്ക് ആ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. അതുകൊണ്ട് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നാൾ വിട്ടേച്ച് നാം പോകണം. അതുകൊണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുകയും ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിൽ നാം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ആ നീതീകരണത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ചേർക്കപ്പെടുവാനിടയാകും. ഇവിടെ കാണുവാൻ കഴിയുന്നു, ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നവനും മനുഷ്യരാൽ നീതീകരിക്കപ്പെടുന്നതായ രണ്ട് വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയും. നാം പലപ്പോഴും മനുഷ്യൻ്റെ പുകഴ്ച വാക്കുകളും അവരുടെ പ്രശംസകളൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി ദൈവം നമ്മെക്കുറിച്ച് സാക്ഷിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ച് പ്രശംസിപ്പാനും കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ശ്രേഷ്ഠത മറ്റൊന്നുമില്ല. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ തന്നെ പുകഴ്ത്തി പറയുമ്പോൾ ഒടുവിൽ താൻ ലജ്ജിക്കപ്പെട്ടവനായി തല താഴ്ത്തിയവനായി വീട്ടിലേക്ക് പോകുവാനിടയായി. എന്നാൽ ഈ ചുങ്കക്കാരനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ഉള്ളതുപോലെ സമ്മതിച്ചപ്പോൾ അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെയും ആർക്കും ഒരു നാളും കുറ്റപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും. നമ്മളെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം, നമ്മളെക്കുറിച്ച് മനുഷ്യൻ പറയുന്നതല്ല സത്യം, നമ്മളെക്കുറിച്ച് പിശാച് പറയുന്നതല്ല സത്യം. അതല്ല നമ്മുടെ ഭാവി. മനുഷ്യൻ പറയുന്ന വാക്കുകളല്ല നമ്മുടെ ഭാവി, പിശാച് പറയുന്നതല്ല നമ്മുടെ ഭാവി. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്ക്. നിങ്ങൾ ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ സമ്മതിച്ച് കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവമായിട്ടൊരു നിരപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെക്കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, നീ ഉയർച്ച പ്രാപിച്ചവനാ, നീ ഭൂമിയുടെ ശ്രേഷ്ഠത അനുഭവിക്കുന്നവനാ, നീ സമ്പന്നനാ എന്നൊക്കെയും കർത്താവ് നിന്നെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുകയും സമർപ്പിക്കുകയും ദൈവസന്നിധി മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നവനെ അവൻ്റെ ഭാവി ഒരിക്കലും പിശാചിൻ്റെ കയ്യിലല്ല, മനുഷ്യരുടെ കയ്യിലല്ല, അത് കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയായി നിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നീ കണ്ണുനീരിൽ കൂടെയോ പ്രയാസത്തിൽ കൂടെയോ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു അതല്ല നിങ്ങളുടെ ഭാവി ശ്രേഷ്ഠമായും ശോഭനമായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നാം ഉള്ളതുപോലെ സമ്മതിക്കുവാൻ നാം തയ്യാറാകണം. തെറ്റുകൾ കുറ്റങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. രാജാവായിരുന്നായ ദാവീദ് തെറ്റ് ചെയ്തു. 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് താൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അവൻ ഒരു കുറ്റക്കാരനാണെന്ന് തോന്നിയപ്പോൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് അവൻ കരയുവാനിടയായി. 50-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 50-ാം സങ്കീർത്തനം അതിൻ്റെ 51-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. നിന്നോട് ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ
നിർമ്മലനായി ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്നാൽ ദാവീദ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിർമ്മലമാകേണ്ടതിന് ഹിസ്സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. 9 വാക്യത്തിൽ എൻ്റെ പാപങ്ങൾ കാണാത്തവണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. 10 വാക്യം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് തരണമേ. അവിടെ നാം കാണുവാൻ കഴിയുന്നു 16 വാക്യത്തിൽ അനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. 17 വാക്യത്തിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇവിടെ കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ചുങ്കക്കാരനതാ ചെയ്തത്. അവൻ ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ അവൻ മാറത്തടിച്ചു. ഇതാ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയത്. മനുഷ്യൻ നല്ലത് പറഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ നന്മ പ്രവർത്തികളെല്ലാം കര പുരണ്ടതായ തുണി പോലെയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം എത്ര നീതീകരിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മളെ നീതീകരിച്ചില്ല എങ്കിൽ നാം പാപത്തിൽ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു 51 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ഒരുപക്ഷെ നീ പലരാലും നിരസിക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനും ആരും നിന്നെ ചേർക്കാൻ പോലും മനസ്സില്ലാതിരിക്കുന്നവരുമായിരിക്കാം. എന്നാൽ ദാവീദ് തൻ്റെ ദൈവത്തെക്കുറിച്ച് താൻ അറിഞ്ഞത് ഇങ്ങനെയാണ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. ഇന്ന് ദൈവസന്നിധിയിൽ നാം ആകേണ്ട പോലെ നാം ദൈവസന്നിധിയിൽ ആകുകയാണെങ്കിൽ ഒറ്റ കാര്യമേ ദൈവം ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, നീ ദൈവസന്നിധിയിൽ ഉടയാനും സമർപ്പിക്കാനും തയ്യാറായാൽ. ഇവിടെ കാരണം ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണ്. ഞാൻ വലിയവനാ, ഞാൻ ശ്രേഷ്ഠനാ, ഞാൻ സമ്പന്നനാ, എനിക്ക് പാരമ്പര്യമുണ്ട്, എനിക്ക് കുടുംബ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം വെറുതെ ചെലവഴിക്കാതെ, ഈ ഭൂമിയിൽ നാം അന്യരും പരദേശികളുമായതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ദൈവസന്നിധിയിൽ ഉടയാനും സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറായാൽ ദൈവത്തിൻ്റെ നീതി നിനക്ക് ലഭിക്കാനിടയാകും. നീ പോകുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടാകും. അവിടെ കാണും ചുങ്കക്കാരൻ സമാധാനത്തോടെ വീട്ടിൽ പോയി. അപ്പോൾ നീ പോകുന്നിടത്ത് ഇന്ന് പല പ്രതിസന്ധികളും അനുഭവിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും തകർന്നും നുറുങ്ങിയും മനസ്സ് വ്യാകുലപ്പെട്ട് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും. നീ എവിടെ പോയാലും കൃതാർത്ഥനാകും. നീ എവിടെ പോയാലും തലകുനിക്കേണ്ടി വരത്തില്ല. നീ എവിടെ പോയാലും ലജ്ജിച്ചു പോകത്തില്ല. നിൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുവാനിടയാകും. ചുങ്കക്കാരൻ സമാധാനത്തോടെ നീതീകരിക്കപ്പെട്ടവനായി സമാധാനത്തോടെ ഭവനത്തിൽ പോയെങ്കിൽ ഇന്ന് ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ ഇനിയുള്ള കാലടികളൊക്കെയും നീ പോകുന്നിടത്ത്, നീ കൈവയ്ക്കുന്നിടത്ത്, നീ പ്രവർത്തിക്കുന്നിടത്ത്, നീ ജോലി ചെയ്യുന്നിടത്തൊക്കെയും ഒരു സമാധാനം നിന്നിൽ വാഴട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ചുങ്കക്കാരൻ മാറത്തടിച്ച് താൻ സ്വയം ദൈവസന്നിൽ പാപിയാണെന്ന് സമ്മതിച്ചപ്പോൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനെ ഭവനത്തിൽ പോയതുപോലെ
ഇന്ന് ഈ സന്ദേശം കേട്ട ഓരോരുത്തരും അവർ പോകുന്നിടത്ത്, അവരായിരിക്കുന്നിടത്ത്, അവരുടെ ക്രിസ്ത്യ ജീവിതം, അവരുടെ ഭൗതിക മേഖലകളിലൊക്കെയും ദൈവത്തിൻ്റെ നീതിയുടെ ഫലങ്ങൾ വെളിപ്പെടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഏവരും ദൈവം അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ദൈവമഹത്വം ഓരോ കുഞ്ഞുങ്ങളിലും, ഓരോ കുടുംബങ്ങളിലും, ഓരോ തലമുറകളിലും വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനാലുള്ള നീതീകരണം പ്രാപിച്ചവരായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിലകൊള്ളുവാൻ ഏവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരും ദൈവം ബലപ്പെടുത്തണം, സൗഖ്യമാക്കണം. ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവരുടെ മേൽ അങ്ങയുടെ മുറിവേറ്റ കരം തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതം ചെയ്താട്ടെ. ആരെങ്കിലും തകർച്ചയോടോ വേദനകളോടോ ആകുലങ്ങളോടോ ആകുല ചിന്താകളോടോ ആകണമെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഈ സന്ദേശം കേട്ട നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും കാണുവോളും ദൈവകൃപയ്ക്കുള്ളിൽ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.